കേരള സ്റ്റോറി എന്ന സിനിമ അനാവരണം ചെയ്യുന്ന പല കാര്യങ്ങളും അത് യാഥാർത്ഥ്യമാണെന്നും അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ അംശങ്ങളുണ്ടെന്നും അതേപോലെ തന്നെ ലവ് ജിഹാദ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണെന്നും വാസ്തവമാണെന്നും നേരിട്ട് അനുഭവമുള്ള ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. മലപ്പുറത്തുകാരനാണ്. എനിക്കറിയാവുന്ന പല കുടുംബങ്ങളിലുള്ള പെൺകുട്ടികൾ ഇതിനൊക്കെ ഇരയായി മാറിയിട്ടുണ്ട് എന്നത് ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കേരള സ്റ്റോറി വീണ്ടും വാർത്തകളിൽ നിറയുകയും വിവിധ ക്രൈസ്തവ സഭകളുടെ രൂപതകളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ വിവിധ ഇടവകകളിൽ അത് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരു ക്യാമ്പയിൻ തന്നെയാണ്. കാരണം കുട്ടികൾ ചതിക്കുടിയിൽ വീഴാതിരിക്കുക എന്നത് ഞാൻ പറഞ്ഞു ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണ്. കേരള സ്റ്റോറി എന്ന സിനിമ അത് റിലീസ് ചെയ്യുന്നതിൻ്റെ തലേന്ന് ഇപ്പോൾ വടകരയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണ എന്നെ തലേന്ന് വിളിച്ച് ഞാൻ എറണാകുളത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിറ്റേന്ന് എറണാകുളത്ത് എത്തിയ ശേഷം എന്നോട് പറഞ്ഞു, നമുക്ക് കേരള സ്റ്റോറി സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ പ്രഫുൽ സെക്കൻഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാനും ഷെഹനായിസിൽ ചെന്നു. പ്രഫുലോടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമ കണ്ടത്. ആ സിനിമ കാണുന്ന സമയത്ത് തന്നെ സിനിമയ്ക്കകത്തെ കൗണ്ടിനെ കുറിച്ചാണ് പ്രശ്നമുള്ളത്. അത്രയും പേര് ചെയ്തിട്ടില്ല, അത്രയും പേരെയൊന്നും മതം മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ന്യായീകരണ തൊഴിലാളികൾ കമ്മികളും ബാക്കിയുള്ളവരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഞാനൊരു 10 കോടിയുടെ അഴിമതി നടത്തിയെന്ന് നോക്കുക. 10 കോടിയുടെ അഴിമതി നടത്തിയിട്ട് ഏതെങ്കിലും പത്രക്കാരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഒക്കെ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഞാൻ രാജൻ ജോസഫ് 100 കോടിയുടെ അഴിമതി നടത്തിയെന്ന് പറയുമ്പോൾ ഞാൻ പറയാം, ഞാൻ അഴിമതിയെ നടത്തിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 100 കോടി നടത്തിയിട്ടില്ല, 10 കോടി നടത്തിയിട്ടുള്ളൂ എന്ന് പറയാം. അത്രയേ ഉള്ളൂ സംഭവം. ഇതിനകത്ത് കണക്കുകളിൽ കുറച്ച് എക്സാഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവർക്കെതിരെയുള്ള ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെയുള്ള ആരോപണം. പിന്നെ ചില ഭാഗങ്ങൾക്കകത്തൊക്കെ കുറച്ചുകൂടി തീക്ഷ്ണമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വസ്തുതയില്ലേ? എത്രയോ പെൺകുട്ടികൾ ഈ കെണിപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ്, കേരള സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം. ഞാൻ മഞ്ചേരി NSS കോളേജിലാണ് പഠിച്ചത്. അവിടെ കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അത്യാവശ്യം ടാലൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ സജീവമായിട്ടുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ നമ്മൾ ശ്രദ്ധിക്കും. അവരെ നമ്മൾ മെല്ലെ SFIയുമായിട്ട് അടുപ്പിക്കും. അവർക്ക് മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒന്നുകൂടി നന്നായി തിളങ്ങാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടുവരും. ഈ പ്ലാനിംഗ് ഫോറം, സോഷ്യൽ സർവീസ് ലീഗ്, അതേപോലെ തന്നെ നാച്ചുറൽ ക്ലബ്ബ്, തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. മാഗസിൻ എഡിറ്റോറിയൽ ബോർഡ് ഒക്കെ ഇതിലേക്കൊക്കെ കൊണ്ടുവരും. നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒക്കെ. കാരണം ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന SFIയുടെ ഒരു മേൽനോട്ടത്തിലായിരുന്നു. അപ്പോൾ ഈ നാഷണൽ സർവീസ് സ്കീമിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട എൻ്റെ ബാച്ചിൽ തന്നെ പെട്ട ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടിയാണ്. മഞ്ചേരിയിലെ വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ്. മഞ്ചേരി കോളേജിനടുത്ത് തന്നെ താമസിക്കുന്ന കുട്ടിയാണ്. ഇവൾ ഭയങ്കര മിടുക്കിയാണ്. ഇവൾ നന്നായിട്ട് ചിത്രം വരയ്ക്കും, നന്നായിട്ട് പാട്ട് പാടും, നന്നായി കാര്യങ്ങൾ സംസാരിക്കും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ വ്യക്തിപരമായ ബന്ധം എല്ലാം അവരെ SFIയുടെ പരിപാടികളിലേക്ക് ആദ്യം ഇങ്ങനെ പങ്കെടുപ്പിക്കും. കുറച്ച് ഫോഴ്സ്ഫുള്ളി തന്നെ നീ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഓരോരുത്തരെയും. അങ്ങനെ അതിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. അവരെ അന്നൊക്കെയുള്ള SFIയുടെ പ്രവർത്തനം അങ്ങനെയായിരുന്നു, കുറച്ചുകൂടെ സർഗാത്മകമായിരുന്നു. ഇപ്പോഴത്തെ പോലെ ആൾക്കൂട്ട വിചാരണയുടെ സമയമല്ല അന്ന്. അത്ര വലിയ അക്രമങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. രാഷ്ട്രീയമായി ചിലപ്പോൾ ചില സമയത്തൊക്കെ സംഘർഷം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ പെൺകുട്ടി ഞാൻ നമ്മൾ നല്ല സൗഹൃദമായി അവളെ SFIയുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു. പിന്നീട് പ്രകടനത്തിന് ഇറക്കുന്നു. പിന്നീട് കോളേജ് യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ ചെയർമാനായി മത്സരിച്ച യൂണിയനിൽ അവളെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നു. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത സൗഹൃദമുണ്ട്. അപ്പോൾ ക്യാമ്പസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ളവരെന്ന് പറഞ്ഞാൽ SFIയുടെ നേതാക്കന്മാരൊക്കെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. കരുവാരകുണ്ട്, എടക്കര എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയില്ല. 30-40 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്നവരാണ്. ജനറൽ സെക്രട്ടറി ആണെങ്കിലും എൻ്റെ വൈസ് ചെയർമാൻ ആണെങ്കിലും അവരുമായിട്ടൊക്കെ ഇപ്പോഴും ഞാൻ സൗഹൃദമുണ്ട്. ഈ കൗൺസിലേഴ്സ് ആണെങ്കിലും ഒക്കെ. ഇവളെ വീട് അവിടെ തൊട്ടടുത്ത് തന്നെ ആകുമ്പോൾ ഞാൻ മിക്കവാറും കോളേജിൽ നിന്ന് കുറേ ലേറ്റായിട്ടൊക്കെ ഇറങ്ങാറുള്ളത്. അപ്പം ലേറ്റായിട്ടാണ് കോളേജിൽ ചെല്ലാറുള്ളത്. അപ്പോൾ ഞങ്ങളിരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കും കുറേ നേരം. അവസാനം ക്യാമ്പസിൽ ഒരു പ്രചാരണം ഉണ്ടായി, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ളത്. അതിൽ എനിക്ക് ആ കുട്ടിയോട് പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ രീതിയിലുള്ളൊരു ബന്ധത്തിലേക്കൊന്നും പോയിട്ടില്ല. ഈ കുട്ടിക്കാണെങ്കിൽ നമ്മളോട് വളരെ സൗഹൃദമാണ്. ഞങ്ങൾ അവധിക്കാലത്തൊക്കെ കത്തുകൾ അയക്കും. അങ്ങനെയൊക്കെ. അപ്പോൾ അവധിക്കാലത്തൊക്കെ ഫോണൊക്കെ ചെയ്യും, ലാൻഡ് ഫോണിൽ. ഈ സൗഹൃദത്തെ കുറിച്ച് ഇങ്ങനൊരു പ്രചാരണം നടന്നത് ഞാൻ അറിയുന്നില്ല. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായ വിവരം ഞാൻ അറിയുന്നില്ല. എന്തായിരുന്നാലും അപ്പോൾ അവളും അറിഞ്ഞിട്ടില്ല. അങ്ങനെ വന്ന് ഒരു ദിവസം മഞ്ചേരി കോളേജിലേക്ക് ഒരു ഉച്ചയ്ക്ക് ബ്രേക്കിൻ്റെ സമയത്ത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വരികയാണ്. അവരൊക്കെ സംഘടനാ പ്രവർത്തകരൊക്കെയാണ്. SFIക്കാരും ഇല്ല കൂട്ടത്തിൽ. എല്ലാവരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ വന്നിട്ട് എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴോട് പറഞ്ഞു, രാജാവ് ഭയങ്കര അപകടകരമായൊരു പോക്കാണ്. ഞങ്ങളുടെ മതവിശ്വാസ പ്രകാരം ഞങ്ങളുടെ മതത്തിലെ ഒരു പെൺകുട്ടിയെ വേറെ മതത്തിലെ ഒരാൾ പ്രണയിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവനെ കൊല്ലണം എന്നുള്ളതാണ് ഞങ്ങൾ മതം അനുശാസിക്കുന്നത്. ആ രീതിയിലുള്ള ചില പ്ലാനിങ് അന്നൊക്കെ NDF ഒക്കെ തുടങ്ങിയ സമയമാണ് നടക്കുന്നുണ്ട്. അപ്പോൾ രാജനോട് അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ സംഭവം, എന്താ നിങ്ങളുടെ മതത്തിൽ ആരുമായിട്ടാണ് അല്ല ഇങ്ങനെ സംഭവം കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും
എന്തായിരുന്നാലും ഞങ്ങൾ തമ്മിൽ പ്രണയമില്ല. ഇനി നാളെ പ്രണയം ഉണ്ടാവുമോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണം കഴിക്കാൻ തോന്നിയാൽ കല്യാണം കഴിച്ചു എന്ന് വരും എന്ന് പറഞ്ഞു എനിക്ക്. കാരണം എനിക്ക് അപ്പോഴത്തെ ദേഷ്യത്തിൽ അതിനിപ്പോൾ ഏത് വാക്ക് വിചാരിച്ചാലും തടയാനും പറ്റില്ല എന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ഞങ്ങൾ തമ്മിലൊരു ബന്ധമൊന്നുമില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം നന്നായിട്ട് തുടരുകയും ചെയ്തു. അവളെ കല്യാണത്തിനും പോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും. പിന്നെ എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ എൻ്റെ മുൻ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പോയി കണ്ടിട്ടൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ മതത്തിലെ ഒരു പെൺകുട്ടിയെ വേറെ മതത്തിൽപ്പെട്ട ഒരാൾ കല്യാണം കഴിച്ചാൽ ഒന്നുകിൽ അവൻ മതം മാറണം, അല്ലെങ്കിൽ അവനെ കൊന്നുകളയണം. ഞങ്ങൾ വേറെ മതത്തിലെ പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കുട്ടി ഇങ്ങോട്ട് മതം മാറണം. ഈ ഒരു സാധനം അടിസ്ഥാനപരമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് മതപരമായ എലമെൻ്റ് ഉണ്ടോ, അത് പിന്നെ അങ്ങനെ ഖുർആനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അത് മതപണ്ഡിതന്മാരോട് ചോദിക്കണം, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പുന്നിക്കലിനോട് ചോദിക്കണം. പുള്ളിയാണ് ഈ കിതാബ് മുഴുവൻ കാണാതെ പഠിച്ചിട്ടുള്ളത്. ഞാൻ വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല ആധികാരികമായിട്ട് പറയാൻ. പക്ഷേ ഈ രീതിയിലുള്ളൊരു സാധനം, പ്രണയത്തിനെന്തിന് മതം പിന്നെ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. മതം രോമത്തിൻ്റെ കഥയാണ് എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സമൂഹത്തിനകത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അത്രയും പേരെയൊന്നും മതം മാറ്റി കൊണ്ടുപോയിട്ടില്ല, അത്രയും പേരെയൊന്നും സിറിയയെ കൊണ്ടുപോയിട്ടില്ല. എന്തായാലും സിറിയയിൽ പോയോ? കുറേ പേര് അവിടെ വെടി കൊണ്ട് മരിച്ചോ ആട് വയ്ക്കാൻ പോയിട്ട്? അതിൽ ക്രൈസ്തവ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ വരെ മതം മാറ്റി കൊണ്ടുപോയിരുന്നോ? ഇതാണ് ചോദ്യം. അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയുകയാണ് നിമിഷ പിന്നെ ഫാത്തിമ എന്ന പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ചാനലുകളോടൊക്കെ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ കൊണ്ടേതാ, കെണിപ്പെട്ടു പോയതാ. അഫ്ഗാനിസ്ഥാനിൽ ജയിലിൽ കിടക്കുക, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എളുപ്പവഴി തെരഞ്ഞു പോയതാ അവർ. ഹാദിയയുടെ വിഷയം നമുക്കറിയാം, മതം മാറ്റിയില്ലേ? എന്നിട്ട് ആ ബന്ധുപ്പത്തി പിരിഞ്ഞു. ഹാദിയെ ആ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് അകറ്റിക്കൊണ്ടല്ലേ പോയത്. എത്ര സംഭവങ്ങളുണ്ട് അങ്ങനെ. ഇപ്പോൾ ഇവർ പറയുമ്പോൾ ഈ എണ്ണത്തിലെ വ്യത്യാസം പറയുന്നതിനകത്ത് എന്താ അർത്ഥം? ഒരു സിനിമയാവുമ്പോൾ ഒരു കലാസൃഷ്ടിയാണ്, അതിനകത്ത് കുറച്ച് വേമ്പടി ചേർക്കും, കുറച്ച് മസാല ചേർക്കും, കുറച്ച് എക്സാഗ്രേഷനൊക്കെ ഉണ്ടാവും. അത് മാത്രമേ ഈ സിനിമയ്ക്കകത്ത് സംഭവിച്ചിട്ടുള്ളൂ. അടിസ്ഥാനപരമായി ഇതിനകത്ത് ഫാക്റ്റ് ഉണ്ടോ, വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ? ഇപ്പോൾ ആടുജീവിതം സിനിമയ്ക്കകത്തല്ല, ക്ഷമിക്കണം, ആടുജീവിതം എന്ന ബെന്യാമിൻ്റെ നോവലിനകത്ത്, ആ നോവലിനകത്ത് നജീബിൻ്റെ കഥയ്ക്കകത്ത് ബെന്യാമിൻ തന്നെ തൻ്റെ ഭാവനയിൽ ആടുമായി ഇണചേരുന്ന പിന്നെ ഭാഗങ്ങൾ വരെ എഴുതി ചേർത്തു. അതൊരു സാഹിത്യരചനയാണ്. സാഹിത്യത്തിലും കലയിലും ഒക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചേർക്കും. 1921 പറയുന്ന ഐ വി ശശിയുടെ സിനിമ എന്തായിരുന്നു? മലബാർ കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, മാപ്പിളകളെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. വാര്യംകുന്നൻ എന്ന് പറയുന്ന ഒരു സൈക്കോ നൂറുകണക്കിന് ഹിന്ദു പിന്നെ പുരുഷന്മാരെ കൊന്നു തള്ളുകയും അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും തട്ടിക്കൊണ്ടുപോയി നിർബന്ധമായി മതം മാറ്റി വിവാഹം കഴിക്കുകയും അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്ത വാര്യംകുന്നൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ്റെ, ഒരു നെറികെട്ടവനെ, ഒരു സൈക്കോയെ വിശുദ്ധനായിട്ട് വാഴ്ത്തിക്കൊണ്ടല്ലേ ആ സിനിമ ഇറങ്ങിയത്. സിനിമയ്ക്കകത്ത് വാസ്തവമുണ്ടോ? വാര്യംകുന്നൻ്റെ യഥാർത്ഥ ചരിത്രമൊന്നും ആൾക്കാർക്ക് അറിയില്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ചരിത്രത്തെ വളച്ചൊടിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് പോലെ തന്നെ അത് പിന്നെ വാസ്തവവിരുദ്ധമായ കാര്യമാണ് അവതരിപ്പിച്ചത്. എന്നാൽ ആടുജീവിതത്തിൽ പിന്നെ ഒരു മനുഷ്യൻ്റെ ജീവിത കഥയ്ക്കകത്ത് നോവലാക്കി മാറ്റിയപ്പോൾ ചില സാധനങ്ങൾ, ചില പിന്നെ മിനുക്കുപണികൾ ബെന്യാമിൻ ചെയ്തു. അതേപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് ചില ഭാഗങ്ങൾക്കകത്തൊക്കെ എക്സാഗ്രേഷൻ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അപ്പം ഞാൻ നിമിഷ ഫാത്തിമയുടെ കാര്യം പറഞ്ഞു, ഹാദിയയുടെ കാര്യം പറഞ്ഞു, സിറിയയിൽ പോയി മരിച്ചവരുടെ കാര്യം പറഞ്ഞു. ഇന്ന് കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ക്രൈസ്തവ സംഘടനയായിട്ട് വന്നിട്ടുള്ള സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ മകൾ 18 വയസ്സ് പ്രായമാകുമ്പോൾ അവർ അങ്ങനെ ഓമനിച്ച് വളർത്തിയതാണ്. 18 വയസ്സ് പ്രായമാകുമ്പോൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ കൂടെ പോവുകയാണ്. എന്നിട്ട് അപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കുട്ടിയും ഒക്കെ വിളിപ്പിച്ചപ്പോൾ ഗുണ്ടകളുടെ വിളയാട്ടാണ്. അന്ന് PFI നിരോധിച്ചിട്ടില്ല. ഈ പിതാവിനെ വരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അവർ പോകുന്ന വണ്ടിയെ പിന്നെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുക, മാനസികമായിട്ട് തകർക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ പറയുക, ഞെട്ടിക്കുക, ഈ കുട്ടിയുമായിട്ട് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കുക. ആ കുട്ടി ഗതികെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇവർ കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ പിന്നെ ചെയ്യുന്ന പണികൾ അങ്ങനെ തന്നെയാണ്. എനിക്കറിയാവുന്ന വേറൊരു പെൺകുട്ടി, ഞാൻ ചെറുപ്പം തൊട്ട് എനിക്കറിയാവുന്നൊരു കുട്ടിയാണ്. അതിൻ്റെ അച്ഛനെ അമ്മനെയൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള കുട്ടിയാണ്, കുടുംബമായി മൊത്തം തന്നെ ബന്ധമുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ കൂമംഗളത്തിനടുത്ത് കോഴിത്തല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പെൺകുട്ടി, ഒരു ഹിന്ദു പെൺകുട്ടിയാണ്, മറ്റൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനായിട്ട് അടുപ്പത്തിലാവുന്നു. വീട്ടുകാരിത് അറിയുന്നില്ല. അവൻ അരീക്കോട് ഭാഗത്ത് എവിടെയുള്ളതാണ്, ഒരു മുസ്ലിം പയ്യനാണ്. ഈ വീട്ടുകാരിത് അറിയുന്നില്ല. ഈ കുട്ടിക്ക് വേറെ കല്യാണം ആലോചിക്കുന്നു.
ആ സമയത്ത് കല്യാണ നിശ്ചയത്തിൻ്റെ സമയത്ത് ഈ കുട്ടി അതിൽ നിന്ന് പറ്റില്ല എന്നുള്ള രീതിയിൽ ആ സമയത്ത് ചടങ്ങെല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷം ഈ കുട്ടി പിന്മാറുന്നു. പിന്നീടാണ് ഈ പ്രണയത്തെക്കുറിച്ച് പറയുന്നത്. പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ നടത്തി കൊടുക്കാമെന്ന് കരുതി, രണ്ടുപേർക്കും അത്ര ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ അവൻ്റെ വീട്ടുകാരും അവനും ഡിമാൻഡ് വെച്ചു. അവൻ പെട്ടെന്ന് ഗൾഫിലേക്ക് പോയി. എന്നിട്ട് ഡിമാൻഡ് വെച്ചു. വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകാൻ, പക്ഷെ മതം മാറണം. ഇപ്പം ചാക്കും മൂടി നടക്കുകയാണ് ഈ കുട്ടികളെ. പൂമ്പാറ്റകളെ പോലെ പറന്ന് നടന്നിരുന്ന കുട്ടികളാണ്. എനിക്കൊക്കെ പിന്നെ ഈ കുട്ടിയൊക്കെ പിന്നെ ചെറുപ്പം തൊട്ട് അറിയുന്നതാ. ആ കുട്ടിയും ആ കുട്ടിയുടെ അനിയത്തിയും രണ്ടുപേരും ഒരു പിന്നെ ഇവർക്ക് മൂത്ത ഒരു ആൺകുട്ടിയുണ്ട്. ഈ രണ്ട് പെൺകുട്ടികൾ ഞങ്ങളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ നന്നായിട്ട് പാടും, ഒരാൾ നന്നായിട്ട് ഡാൻസ് കളിക്കും. അപ്പോൾ ഞാനൊക്കെ അങ്ങനെ പറയുമെന്ന് പാട്ടുപാടി ഡാൻസ് ചെയ്യാൻ പറയും. അപ്പോൾ ഒരാൾ പാടും, ഒരാൾ ഡാൻസ് ചെയ്യും. അത്രയും മിടുക്കരായിരുന്നു കുട്ടികൾ. അതും ഈ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്. അച്ഛൻ പലചരക്കടയിൽ സാധനം പുതിയ പോവുകയും കൂലിപ്പണിക്ക് പോവുകയും ഓട്ടോ പണി എടുക്കുകയും ഒക്കെ ചെയ്ത് പഠിപ്പിച്ചതാണ്. അമ്മയും അതേപോലെയുള്ള മറ്റുള്ള പിന്നെ തൊഴിലുറപ്പുമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ആശാ പ്രവർത്തനവും പിന്നെ ഒക്കെ ആയിട്ട് പോയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി പഠിപ്പിച്ചതാണ്. സാധാരണ വീട്ടിലെ കുട്ടിയായിരുന്നു. ആ കുടുംബം അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്കറിയാം. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എൻ്റെ സഹോദരിമാർ രണ്ടുപേരുടേതും ലവ് മാരേജ് ആയിരുന്നു. അതിലൊന്ന് ഇൻ്റർകാസ്റ്റ് മാരേജാണ്. രണ്ടുപേരും മതം മാറാനൊന്നും പോയില്ല. നേരെ പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ മതം തരാൻ മാറണേന്ന് പി ടി തോമസും ഉമാ തോമസും കല്യാണം കഴിച്ചപ്പോൾ മതം മാറിയില്ലല്ലോ രണ്ടാളും. ഇപ്പോഴത്തെ മന്ത്രി എം പി രാജേഷും അദ്ദേഹത്തിൻ്റെ ഭാര്യ നിനിത കണിശ്ശേരിയും, നിനിത റഷീദ് മാസ്റ്റർ മകളാണ്. രണ്ടുപേരും മതം മാറിയിട്ടൊന്നുമില്ല. എനിക്കറിയാവുന്ന എൻ്റെ കൂടെ പിന്നെ DYFലൊക്കെ ഉണ്ടായിരുന്ന പിന്നെ സാജിദ കല്യാണം കഴിച്ചിരിക്കുന്നത് വയനാട്ടുകാരനായിട്ടുള്ള മധുവാണ്. ഇവരൊന്നും മതം മാറിയിട്ടില്ല. കാരണം മതം മാറാതെ ജീവിക്കുന്നവരില്ലേ. അല്ലെങ്കിൽ ആദ്യം പറയണം, പ്രേമിക്കുന്ന സമയത്തെ പ്രേമിക്കണമൊക്കെ കൊള്ളാം, കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറണം എന്ന് ആദ്യം പറയണം. അപ്പോൾ ഇത് ട്രാപ്പല്ല. അതേസമയം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ട്രാപ്പാണ്. ഇവർ പ്രണയത്തിലായിട്ട് ഇമോഷണലി അത്രയും വിട്ടുപോരാൻ പറ്റാത്ത അത്രയും അറ്റാച്ച്ഡ് ആകുക. അങ്ങനെ ഇമോഷണലി ലോക്കായി കഴിയുമ്പോൾ പിന്നെ അതിനിടയ്ക്ക് കഴിയുന്ന സ്ഥലങ്ങളിൽ അവർ സെക്ഷലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഡിമാൻഡ് വെക്കുക. കുട്ടികൾക്ക് മാനസികമായി വിട്ടുപോരാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലെത്തി ഇത്രയും ഡിപ്രസ്ഡായി കഴിയുമ്പോൾ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറണം എന്നുള്ള ഡിമാൻഡ് വെക്കുക. അത് തനി വൃത്തികേടാന്നേ. പുണ്യം കിട്ടുന്ന പറയണേ ഇവർ കുറേ ആൾക്കാർ. അങ്ങനെ ഞങ്ങളുടെ മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ അത് സത്യമാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ഖുർആൻ വായിച്ചിട്ടില്ല. എനിക്ക് പിന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവില്ല. മുഹമ്മദ് നബിയുടെ ആയത്തുകളെക്കുറിച്ച് എനിക്കറിയില്ല. അറിയുന്നവർ വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ ഈ ചെയ്യുന്നവരങ്ങനെയാണല്ലോ. ആ രീതിയിൽ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് പുണ്യം കിട്ടാൻ വേണ്ടി ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയും സ്വന്തം മാതാപിതാക്കളെ വരെ തള്ളി പറയാൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഹാദിയൊക്കെ ഇപ്പോൾ തള്ളി പറഞ്ഞില്ല, അച്ഛനെ അമ്മേനെയും കാണാന്ന് വരെ പറഞ്ഞു. വളർത്തി വലുതാക്കി കൊണ്ടുവന്നതാ. പ്രണയിച്ച് വിവാഹം കഴിച്ചോട്ടെ, മതം മാറാതെ ജീവിക്കട്ടെ, കുടുംബങ്ങളുമായിട്ട് സ്നേഹത്തിൽ കഴിയട്ടെ. കുറച്ച് കാലമൊക്കെ കുറച്ചകന്ന് നിന്നാലും പിന്നീട് ഒരു അറ്റാച്ച്ഡ് ആവും. ഇത് ഈ കുട്ടികളെ കൊണ്ട് തള്ളി പറയിപ്പിക്കുക. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുതന്നെയാണ് കേരള സ്റ്റോറി സിനിമയ്ക്കകത്തുള്ളത്. കേരള സ്റ്റോറിയുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സഭകൾ ഇത് പ്രദർശിപ്പിക്കുന്നതിനെതിരെ യാക്കോബായ സഭയുടെ കുണാണ്ടറായിരുന്ന നിരണം ഭദ്രാസനാധിപനായിരുന്ന യുയാക്കിം മാർ കൂർലോസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പ് പറഞ്ഞു, ഇത് പിന്നെ ഹെയ്റ്റ് സ്റ്റോറിയാണ്, ലവ് സ്റ്റോറിയാണ് ക്രിസ്തുമതം പഠിപ്പിക്കേണ്ടതെന്ന്. ഇതെങ്ങനെ ഹെയ്റ്റ് സ്റ്റോറി ആവുന്നത്? കുട്ടികൾക്ക് ബോധവൽക്കരണ ക്യാമ്പയിനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ പീഡിപ്പിച്ച കഥയൊന്നും അവതരിപ്പിക്കാൻ പാടില്ല. അത് ഹെയ്റ്റ് സ്റ്റോറിയല്ലേ? മുൾക്കിരീടം അണിയിച്ചു, കുരിശുകൊണ്ട് ഏറ്റിക്കൊണ്ടുപോയി പിന്നെ കുരിശിലേറ്റി ആക്രമിച്ചു. ഇത് പറയാൻ പാടില്ലല്ലോ. ഈ ചോര കളിക്കുന്ന ചിത്രവും പിന്നെ പ്രതീകാത്മകമായിട്ടുള്ള ചിത്രവും കുരിശൊന്നും ഉണ്ടാക്കിക്കൊണ്ട് നടക്കാണ്ടല്ലോ. അല്ലാതെ പറഞ്ഞാൽ പോരെ? യേശു ക്രിസ്തു പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ? പുള്ളിയുടെ കഥയെടുത്ത് പറയുമ്പോൾ അതിനകത്ത് ഹെയ്റ്റ് സ്റ്റോറി അല്ലേ വരുന്നത്? എന്താ അത് ഈ ബിഷപ്പിന് എന്താ ബോധമില്ലേ? വേണ്ട. യാക്കോബായ സഭയുടെ പിന്നെ നിരണം ഭദ്രാസനത്തിൻ്റെ മുൻ അധ്യക്ഷനായിരുന്നു അദ്ദേഹം കുറേ കാലമായി ഞാൻ വേറിട്ടൊരു വ്യക്തിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബുദ്ധിജീവി ചമയലാണ്. അത് CPMൻ്റെ കയ്യടി കിട്ടാനാണ്. അത് കിട്ടുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പദവി മനസ്സിൽ കണ്ടിട്ടുണ്ടാവും പുള്ളി പിന്നെ നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയത്തെക്കുറിച്ചൊന്നും അഭിപ്രായം പറയില്ല. പുള്ളിക്ക് പിന്നെ സെലക്റ്റീവായിട്ടുള്ള ചില അഭിപ്രായങ്ങളാണ് പറയുക, ചില വിഷയങ്ങൾക്കകത്ത് മാത്രം. ഞാൻ ഭയങ്കര മതേതരവാദിയാണെന്ന് കാണിക്കാൻ. ഞങ്ങളൊക്കെ മതേതരവാദികളാണ് ബിഷപ്പേ. ഈ ബിഷപ്പിൻ്റെ ഇത്തരം പ്രസ്താവനകൾ വരുമ്പോൾ ആലോചിച്ച് നോക്കും. വേണ്ട, ഈ ബിഷപ്പ് പ്രതിനിധീകരിക്കുന്ന യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിൽ ഏറെ കാലങ്ങളായിട്ട് തർക്കങ്ങളുണ്ട്. എന്നാൽ ഈ ബിഷപ്പ് പറഞ്ഞോ, പള്ളിയുടെ പേരിൽ തർക്കം വേണ്ട, പള്ളി ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. പുള്ളിയുടെ ഭദ്രാസനത്തിലെങ്കിലും സെമിത്തേരികളിൽ ശവസംസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ തടയുന്ന പിന്നെ അതിക്രമം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഹെയ്റ്റ് സ്റ്റോറിയും ലവ് സ്റ്റോറിയും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ പിന്നെ കുറേ ആൾക്കാരെ കയ്യടി കിട്ടണം.
CPM-നെയും ഇവിടുത്തെ SDPI-യെയും ഒക്കെ ഒന്ന് സൂചിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അത് വേറെ സ്ഥാനങ്ങൾ മുമ്പിൽ കണ്ടിട്ടുള്ളതാണെന്ന് സാമാന്യബോധമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും. പക്ഷേ ഇത്തരത്തിലുള്ള ബിഷപ്പ്മാരെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് യൂയാക്കിം മാർ കൂർലോസ് എന്നല്ല അദ്ദേഹത്തിന് പേരിടേണ്ടത്, മറിച്ച് യൂസ്ലെസ് മാർ അൺകോൺഷ്യസ് എന്നാണ് അദ്ദേഹത്തിന് പേരിടേണ്ടത്.